إن الحمد لله نحمده ونستعينه ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم قل لا يعلم من في السماوات والأرض الغيب إلا الله وما يشعرون أيان يبعثون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടുകൂടെ ജീവിക്കുവാൻ അധ്വാനിക്കണേ, പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, യഥാർത്ഥമായ വിശ്വാസത്തിലേക്ക് നയിക്കുവാനും ആ വിശ്വാസത്തിന് ഹാനികരമാകുന്ന എല്ലാവിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും ദുഷ്പ്രവണതകളിൽ നിന്നും സമൂഹത്തെ മുക്തമാക്കുവാനും വേണ്ടിയാണ് അല്ലാഹു അവന്റെ ദീനിലെ നിയമങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. സർവലോക പരിപാലകനായ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള വളരെ കൃത്യവും വ്യക്തവുമായ വിശ്വാസം, ആ വിശ്വാസത്തിന് ഹാനികരമായി തീരുന്ന എല്ലാവിധത്തിലുള്ള ദുഷിച്ച വിശ്വാസങ്ങളിൽ നിന്നും മോചനം നേടണമെന്ന് ഇസ്ലാം ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റേതായ ഗുണങ്ങളും വിശേഷണങ്ങളും മറ്റുള്ളവരിൽ ചാർത്തിക്കൊടുക്കുന്ന ആ രൂപത്തിലുള്ള വിശ്വാസങ്ങൾ കാരണത്താൽ മറ്റുള്ളവരെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളെയും ശിർക്കൻ പ്രവർത്തനങ്ങളായിക്കൊണ്ടാണ് ഇസ്ലാം ഗൗരവത്തോടുകൂടെ കണക്കാക്കിയിട്ടുള്ളത്. അല്ലാഹുവിന് മാത്രമുള്ള സവിശേഷ ഗുണമാണ് അദൃശ്യങ്ങൾ അറിയുക എന്നത്. ഭാവി ഭൂത വർത്തമാനകാല വ്യത്യാസമില്ലാതെ എല്ലാം അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളിലൂടെയും ഈ ഉമ്മത്ത് പഠിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലാഹു ആരാണ്? ആലിമുൽ ഗൈബി, അദൃശ്യങ്ങൾ അറിയുന്നവനാണ്. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ. അല്ലാഹു ആലിമുൽ ഗൈബാണ്, ഗൈബ് അദൃശ്യം അറിയുന്നവനാണ് അല്ലാഹു. ആകയാൽ ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ, അവന്റെ അദൃശ്യത്തിന്റെ മേൽ അവൻ ഒരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നതല്ല. ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ, അവൻ റസൂലിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്ന, അവൻ തൃപ്തിപ്പെട്ട അവന്റെ റസൂലുകളിൽ നിന്ന് അവൻ അറിയിച്ചു കൊടുക്കുന്നതല്ലാതെ. അല്ലാഹു അവന്റെ റസൂലുകൾക്ക് അഥവാ മലക്കിയായ റസൂലുമുണ്ട്, ബശരിയായ റസൂലുമുണ്ട്. മനുഷ്യരിൽ നിന്നും മലക്കുകളിൽ നിന്നുമൊക്കെ അവന് ദൂതന്മാരുണ്ടല്ലോ.
അവർക്ക് അവനുദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ അറിയിച്ചു കൊടുക്കുന്നു അദൃശ്യങ്ങളിൽ നിന്ന്. അതല്ലാതെ ഒരാൾക്കും അല്ലാഹു അവന്റെ അദൃശ്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുന്നതല്ല. കാരണം അവനാണ് എല്ലാം അറിയുന്നവൻ. അതുപോലെ തന്നെ സൂറത്തുൽ നംൽ ഇപ്പോൾ നമ്മൾ കേട്ടത് സൂറത്തുൽ ജിന്നിലുള്ള വാചകമാണെങ്കിൽ സൂറത്തുൽ നംലിലെ 65-ാമത്തെ ആയത്തിൽ വളരെ കൃത്യമായി അല്ലാഹു പറഞ്ഞു, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. പ്രവാചകരെ പറയൂ, ലാ യഅലമു അറിയുകയേയില്ല, മൻ ഫിസ് സമാവാതി വൽ അർദി ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും അറിയുകയേയില്ല, അൽ ഗൈബ മറഞ്ഞ കാര്യം ആകാശഭൂമികളിലുള്ള ആരും അറിയൂല, ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ. വമാ യശ്കുറൂന അയ്യാന യുബഅസൂൻ എപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പ് നാള് അതുപോലും അവർക്കറിയുകയില്ല. ഇങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിലൂടെയും പരിശോധിച്ചു നോക്കിയാൽ മുസ്ലിമീങ്ങൾ വളരെ കൃത്യമായി വിശ്വസിക്കേണ്ട വിശ്വാസമെന്ന നിലക്ക് അള്ളാഹു പരിചയപ്പെടുത്തിയിരിക്കുകയാണ്, അദൃശ്യത്തിന്റെ താക്കോലുകൾ റബ്ബിന്റെ അടുക്കലാണ്. അത് റബ്ബിനല്ലാതെ അറിയൂല. അള്ളാഹുവിന് മാത്രമേ മറഞ്ഞ കാര്യങ്ങൾ അറിയുവാൻ സാധിക്കുകയുള്ളൂ. ഈ വിശ്വാസം കൃത്യമായി നിലനിൽക്കൽ ഒരു മനുഷ്യന്റെ തൗഹീദ് നിലനിൽക്കുവാൻ ആവശ്യമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ അപാകതകൾ സംഭവിച്ചു കഴിഞ്ഞു പലർക്കും. ആ വിശ്വാസമുള്ള ആളുകൾ അല്ലാഹുവല്ലാത്തവരും അദൃശ്യ കാര്യങ്ങൾ അറിയും, തങ്ങളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും അതല്ലെങ്കിൽ ഉപദ്രവങ്ങൾ വരുത്താനും തടയാനുമൊക്കെ അവർക്കും കഴിയും എന്ന് വിശ്വസിച്ചുകൊണ്ട് ആളുകൾ ഇന്ന് പലരെയും സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ ജീവിതത്തിന്റെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ അറിയാൻ വേണ്ടി, തന്റെ നാളെയുള്ള ദിവസം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി, തനിക്കിപ്പോൾ ജനിച്ചിട്ടുള്ള സന്താനത്തിന്റെ ഗുണദോഷങ്ങൾ അറിയാൻ വേണ്ടി, താൻ ഏർപ്പെട്ടിട്ടുള്ള ബിസിനസിന്റെ തകർച്ചയും ഉയർച്ചയും അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ താൻ ഏർപ്പെട്ട ബിസിനസിൽ സംഭവിച്ചിട്ടുള്ള തകർച്ചയിൽ നിന്ന് ഉയർച്ച നേടാൻ വേണ്ടി, അതുപോലെയുള്ള നിരവധി കാര്യങ്ങൾക്ക് വേണ്ടി പലരെയും സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിലുള്ള ആളുകളാണ് കൈനോക്കിക്കൊണ്ട് ലക്ഷണം പറയുന്ന ആളുകൾ, കൈനോട്ടക്കാർ, ഹസ്തരേഖാ വിദഗ്ധന്മാരെന്ന നിലക്ക് അതിനൊരു ശാസ്ത്രീയ നിറം നൽകിക്കൊണ്ട് ആളുകളെ പറ്റിക്കുന്ന ചൂഷകന്മാര് രാജ്യത്തെമ്പാടുമുണ്ട്. അതുപോലെ തന്നെ മഷിനോട്ടക്കാർ, അതുപോലെ തന്നെ ജ്യോത്സ്യന്മാർ, ജ്യോത്സ്യൻ എന്ന ബോർഡ് വെച്ചവരും, ഇനി ജ്യോത്സ്യൻ എന്ന ബോർഡ് വെക്കാതെ ഇനി തങ്ങളെന്നോ മറ്റേതെങ്കിലും പേര് വെച്ചാലോ അതിൽ ആ വിഷയത്തിൽ വർഗീയതയൊന്നുമില്ല. ഇങ്ങനെ മറഞ്ഞ കാര്യം അറിയും, നഷ്ടപ്പെട്ട കാര്യങ്ങൾ തിരിച്ചു തരാൻ കഴിയും, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്തും സമീപിച്ചോളൂ, ദോഷങ്ങൾ തടയാൻ കഴിയും, സർപ്പദോഷം, ഭവനദോഷം, അതുപോലെ തന്നെ കച്ചവടത്തിലെ തകർച്ച, ദാമ്പത്യ തകർച്ച, കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ, പ്രയാസങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാവട്ടെ സമീപിക്കൂ എന്ന നിലക്ക് പത്രങ്ങളിലൂടെ, മീഡിയകളിലൂടെ, സംവിധാനങ്ങളിലൂടെ, സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെയൊക്കെ വമ്പിച്ച പ്രചാരണം നൽകിക്കൊണ്ട് ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ചൂഷകന്മാർ സമൂഹത്തിലെമ്പാടും വലസിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആളുകളെ സമീപിക്കുന്ന, ആ രൂപത്തിലുള്ള കാര്യങ്ങൾക്കായി കാത്തിരിക്കുന്ന ജ്യോത്സ്യന്മാരും കണക്കന്മാരും കണക്ക് നോട്ടക്കാരും നക്ഷത്രങ്ങളുടെ കാര്യങ്ങൾ നോക്കിയിട്ട്, ഞങ്ങൾ നക്ഷത്രങ്ങൾ നോക്കിയിട്ട് അതിന്റെ നാളും അതിന്റേതായ ഭാഗ്യ ദൗർഭാഗ്യങ്ങളുമൊക്കെ പറയാൻ കഴിവുള്ളവരാണെന്ന് വാദിച്ചുകൊണ്ട് നക്ഷത്രവാരഫലം പ്രവചിക്കുന്ന ആളുകൾ, അതിന് പ്രചാരം കൊടുക്കുന്ന പത്രക്കാർ, മീഡിയകൾ എല്ലാവരും നിങ്ങളുടെ ഈ ആഴ്ച എങ്ങനെ, നിങ്ങളുടെ നാളെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നക്ഷത്രവാരഫലം പ്രവചിക്കുന്ന അത്തരത്തിലുള്ള പ്രവാചകന്മാർ, നഹ്സ്വാദികൾ, ഇന്നത്തെ ദിവസം എങ്ങനെ, നാളെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പഞ്ചാംഗം നോക്കി, അറബി പഞ്ചാംഗം നോക്കി, കലണ്ടർ നോക്കി, രാഹുകാലം നോക്കി, ഗുളികൻ നോക്കി, ഇങ്ങനെ പലതും നോക്കിയിട്ട് നഹ്സും സഅദുമൊക്കെ തീരുമാനിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള സർവ്വ പൈശാചിക ദുശക്തികളിൽ നിന്നും വിട്ടുനിൽക്കൽ ഒരു മുസൽമാന് നിർബന്ധമാണ്. അതവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. മുസ്ലിമായി ജീവിക്കണമെങ്കിൽ ഇത് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ ഇതൊന്ന് രാജിവെച്ച് പുറത്തു പോകണമെന്നാ പറയുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലൈസ മിന്നാ. നോക്കൂ നിങ്ങൾ, ഗൗരവത്തോടുകൂടെയുള്ള ആ വാചകം, ലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവനല്ല. അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്.
ലൈസ മിന്നാ നമ്മിൽപ്പെട്ടവനല്ല മൻ തതയ്യറ ഔ തുതയ്യിറ ലഹു ഔ തകഖന ഔ തുഖിന ലഹു ഔ സഹറ ഔ സുഹിറ ലഹു. പക്ഷി ലക്ഷണം നോക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. ഇങ്ങനെ പക്ഷികളെ പറത്തിയിട്ട് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നറിയാൻ വേണ്ടി ജാഹിലിയത്തിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ് പക്ഷിയെ പിടിച്ചാണ് പറത്തും. വലത്തോട്ട് പറന്നാൽ നല്ലതാണ്, യാത്ര സുഖകരമാണ്, കച്ചവടം ഉഷാറാണ്, എല്ലാ കാര്യങ്ങളും ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കും. പക്ഷി ഇടത്തോട്ട് മാറിയാലോ അപകടമാണ്, ദുശ്ശകുനമാണ്. അന്ന് പക്ഷിയാണെങ്കിൽ ഇന്ന് കരിമ്പൂച്ചയെ ആശ്രയിക്കുന്നവരുണ്ട്. റോട്ടിലേക്ക് ഇറങ്ങി, യാത്രക്കിറങ്ങി, കച്ചവടത്തിനിറങ്ങി, നല്ലൊരു കാര്യത്തിനിറങ്ങി, കരിമ്പൂച്ച വിലങ്ങ് ചാടി, പ്രശ്നമാണ്. ഗൗളി ശബ്ദിച്ചു, കാക്ക കരഞ്ഞു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യം കാലിച്ചാക്കുമായിട്ട് ഒരാൾ പോകുന്നത് കണ്ടു. ആദ്യമായിട്ടൊരു കച്ചവടത്തിനിറങ്ങിയത് രാവിലെ. അപ്പൊ ഒരു ചങ്ങായി കാലിക്കൊട്ടയും കാലിച്ചാക്കുമായിട്ട് ഇങ്ങനെ പോകുന്നതാ. കണി കണ്ടത്. ദുശ്ശകുനം. എന്തൊരു വൃത്തികെട്ട വിശ്വാസമാണ്. നമ്മിൽപ്പെട്ടവനല്ല ഇത്തരം വിശ്വാസക്കാർ. ലൈസ മിന്നാ, മുസ്ലിമീങ്ങളെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മിൽപ്പെട്ടവനല്ല ഈ പക്ഷി ലക്ഷണം നോക്കുന്നവൻ. ഔ തകഖന ഔ തുഖിന ലഹു, ജ്യോത്സ്യന്മാരെ സമീപിക്കുന്ന, കണക്കന്മാരെ സമീപിക്കുന്ന, അദൃശ്യമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനും പ്രവചിക്കാനും നിങ്ങൾക്ക് ഉപകാരങ്ങൾ വരുത്താനും ഉപദ്രവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോക്ഷം തരാനുമൊക്കെ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, മറഞ്ഞ കാര്യങ്ങൾ, നിങ്ങളുടെ കളഞ്ഞുപോയ വസ്തുക്കളുണ്ടെങ്കിൽ തിരികെ തരാൻ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ അറിവുണ്ടെന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് അവകാശപ്പെട്ടുകൊണ്ട് കാത്തിരിക്കുന്ന ഇത്തരത്തിലുള്ള ജ്യോത്സ്യന്മാരും കണക്കന്മാരും അവരെയൊക്കെ സമീപിക്കുന്നവരും നമ്മിൽപ്പെട്ടവനല്ല. ഔ സഹറ ഔ സുഹിറ ലഹു, സിഹിർ ചെയ്യുന്നവൻ, മാരണം ചെയ്യുന്നവൻ, ആർക്ക് വേണ്ടി മാരണം ചെയ്യുന്നുവോ അവനും നമുക്ക് വേണ്ട, നമ്മിൽപ്പെട്ടവനല്ല. മാത്രമല്ല, ഗൗരവത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമന്നതാ കാഹിന, ആരെങ്കിലും ഇത്തരത്തിലുള്ള ജ്യോത്സ്യന്മാരെ സമീപിച്ചാൽ എന്നിട്ട് ഫസദ്ദഖഹു ബിമാ യഖൂൽ, അവൻ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിച്ചാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്തതിൽ അവൻ കാഫിറായിരിക്കുന്നു. കാഫിറായി പോകുന്ന പണിയാണ് ഇത്. ശൈത്താനോട് സഹായം തേടാനായി പോകുന്നത്. സർവ്വസാഹിറുകളും സിഹിറിന്റെ ആളുകളും മാരണക്കാരും കൂടോത്രക്കാരുമൊക്കെ ശൈത്താനെ പൂജിക്കുന്നവരാണ്, ശൈത്താനോട് സഹായം തേടുന്നവരാണ്. അങ്ങനെ ശൈത്താനിൽ നിന്ന് ചില്ലറ സഹായങ്ങൾ കിട്ടിക്കൊണ്ട് അതുമായിട്ടുള്ള വേലകൾ ഒപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളാണ്. അവരുടെ കാതുകളിൽ ശൈത്താന്റെ പൂജകന്മാർക്ക് ശൈത്താൻ കുറുകിക്കൊടുക്കുന്ന ഏതെങ്കിലും ചില കാര്യങ്ങളിൽ 100 കള്ളങ്ങൾ ചേർത്തുകൊണ്ട് അവർ പലതും പ്രവചിക്കുന്നിരിക്കും. അതിൽ ചിലത് സത്യമാകും, സത്യമായത് മാത്രം പ്രചരിക്കും, മറ്റുള്ളതൊന്നും സമൂഹത്തിൽ അറിയൂല. ഇത്തരത്തിലുള്ള കള്ളത്തരത്തിൽ സമൂഹത്തിന്റെ വിശ്വാസത്തെയും അവന്റെ പണത്തെയും ചൂഷണം ചെയ്യുന്ന സർവ്വ ചൂഷകന്മാരിൽ നിന്നും അകന്നു നിൽക്കാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. വേറൊരു ഹദീസിൽ നമുക്ക് കാണാം, മൻ അതാ അറാഫൻ ഫസഅലഹു അൻ ശൈഇൻ ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 ലൈലതൻ. ആരെങ്കിലും അറാഫിനെ സമീപിച്ചാൽ, അതും ഈ രൂപത്തിൽ മഷിനോട്ടക്കാരും കണക്കനോട്ടക്കാരും ഒക്കെയാണ്, ഈ രൂപത്തിലുള്ള വികൃതികളുമായിട്ട് കവടി നിരത്തി അല്ലെങ്കിൽ കളം വരച്ച് വരകളും അതുപോലെ തന്നെ കുറികളും അക്കങ്ങളും അക്ഷരങ്ങളും ആർക്കും തിരിയാത്ത ചില പദപ്രയോഗങ്ങളും ഒക്കെ നടത്തിയിട്ട് സമൂഹത്തെ വഞ്ചിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെ ആരെങ്കിലും സമീപിക്കുകയും ഫസഅലഹു അൻ ശൈഇൻ, അവനോട് വല്ലതും ചോദിക്കുക പോലും ചെയ്താൽ ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 ലൈല, 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കപ്പെടൂല. ഒരൊറ്റ പോക്കിന് 40 ദിവസത്തെ നിസ്കാരത്തിന്റെ കൂലിയാണ് പോയി. അവൻ പറഞ്ഞത് അംഗീകരിച്ച കാഫിറായി. ശരിക്കും ശ്രദ്ധിക്കണം, പറഞ്ഞത് അംഗീകരിച്ച കാഫിറായി. വെറുതെ ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചിട്ട് പോയി നോക്കിയിട്ട് അവന്റെ മുമ്പിൽ തന്റെ പ്രശ്നം ഒന്ന് വെറുതെ അവതരിപ്പിച്ചാലോ, 40 ദിവസം പാടുപെട്ട് അധ്വാനിച്ച് നിസ്കരിച്ച നിസ്കാരം 200 റക്അത്ത്, 40, 45 എത്രയാണെങ്കിൽ ആ രൂപത്തിൽ കൃത്യമായിട്ട് മനുഷ്യന്റെ ഇബാദത്താണ് പൊളിഞ്ഞു പോകും. ഇത്ര ഗൗരവത്തോടെയാണ് ഇസ്ലാം എന്ത് ചെയ്യുന്നത്, ഈ കാര്യത്തെ സംബന്ധിച്ച് സമൂഹത്തെ ബോധവൽക്കരിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ശൈത്താൻ പൂജകന്മാർ, മാരണക്കാർ, കൂടോത്രക്കാർ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഈ രൂപത്തിലുള്ള ശിർക്കൻ പ്രവണതകളെ അവരതിനു വേണ്ടി ഒപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. രോഗികളായ ആളുകൾ അവരെ സമീപിക്കുമ്പോൾ അവർ ഏലസ് എഴുതി കൊടുക്കുകയാണ്. ഇസ്ലാം നിരോധിച്ചു, ഒന്നും എഴുതിക്കെട്ടാൻ പാടില്ല.
എഴുതിക്കെട്ടാൻ പാടില്ല. അങ്ങനെയുള്ള ഏലസുകൾ, അതുപോലെ തന്നെ ഉറുക്കുകൾ, തകിടുകൾ തൂക്കാൻ തരും. തകിടുകൾ എഴുതിയിട്ട് നിന്റെ ഷോപ്പിൽ ഇങ്ങനെ വെച്ചോ. പല ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റിലും ഗ്രോസറിയുടെ ഒക്കെ നാടുകളിലും എവിടെ പോയാലും പലയിടത്തും കാണാം ഇങ്ങനെ തകിടിലിങ്ങനെ അക്കങ്ങൾ ആണികൊണ്ടൊക്കെ ഇങ്ങനെ കളങ്ങൾ വരച്ച് അക്കങ്ങൾ വരച്ച് അതൊക്കെ ചില്ലിലിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ മണി ബോക്സിൽ വെച്ചിരിക്കുന്നു. പണം ഇങ്ങനെ വരാൻ, നഷ്ടം വരാതിരിക്കാൻ, പണം വരാൻ മറ്റത് വരാതിരിക്കാൻ. ഇങ്ങനെയൊക്കെ എഴുതിത്തൂക്കുന്ന, കെട്ടിത്തൂക്കുന്ന, കൃഷിസ്ഥലങ്ങളിൽ കെട്ടിത്തൂക്കുന്ന, വീടുകളുടെ കാവലിന് വേണ്ടി 4 ഭാഗങ്ങളിലും കുപ്പികളിലും തകിടുകളിലും മരപ്പലകകളും തകിടുകളുമൊക്കെ ആയിട്ട് തൂക്കിയിടുന്ന, കോഴിമുട്ടയിൽ സിഹിർ ചെയ്യുന്ന, വെള്ളരിക്കയിൽ സിഹിർ ചെയ്യുന്ന, പ്ലേറ്റിൽ അതുപോലെയുള്ള മറ്റു വസ്തുക്കളിൽ, ജന്തുക്കളുടെ എല്ലുകളിൽ, പല്ലുകളിൽ, തോലുകളിൽ, തുകലുകളിൽ ഒക്കെ ഈ രൂപത്തിലുള്ള മാരണത്തിന്റെയും കൂടോത്രത്തിന്റെയും പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, മനുഷ്യരുടെ മുടിക്കെട്ടുകളിലും അതുപോലെ തന്നെ അവന്റെ വസ്ത്രത്തിന്റെ തുമ്പുകളും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെയുള്ള പല രൂപത്തിലുള്ള വസ്തുക്കളും കത്തിക്കാൻ കൊടുത്തുകൊണ്ട് ഹോമക്കളങ്ങൾ ഒരുക്കിയിട്ടും വസ്തുക്കളെ അറുക്കാൻ കൽപ്പിച്ചുകൊണ്ടും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ശിർക്കൻ പ്രവർത്തനങ്ങൾ മുഴുവൻ ഇസ്ലാം ഗൗരവത്തോടുകൂടെ വിരോധിച്ചിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിന്റെ വലിയ ഇരകളാ പ്രവാസികൾ. നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. വലിയ ഇരകളാണ് ഇതിൽ പ്രവാസികൾ. നാട്ടിൽ നിന്ന് വരുന്ന പലരുടെയും ലഗേജുകളിൽ ഉമ്മ കൊടുത്തയച്ച ഐക്കല്ലുകളുണ്ട്, തകിടുകളുണ്ട്, ഹോമങ്ങളുണ്ട്, മന്ത്രച്ചരടുകളുണ്ട്. എന്തിന് എന്റെ മോന് പ്രശ്നമൊന്നുമില്ലാതിരിക്കാൻ ഉമ്മ കൊടുത്തയച്ചതാ, കെട്ടണ്ട. ശിർക്കാണത്. ശിർക്കൻ പ്രവർത്തനങ്ങളാണ്, വിശ്വാസങ്ങൾ. ആ നിലക്ക് മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ അവൻ അധപ്പതിക്കുന്ന അബദ്ധങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള സർവ്വ ദജ്ജാലുകളിൽ നിന്നും വിട്ടുനിൽക്കൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. സാഹിര്യങ്ങളെ, ഈ മാരണക്കാരെ ആളുകൾ സമീപിക്കുന്നത് എന്തിനാ? പലപ്പോഴും മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാക്കാനാണ്. നല്ല നിലക്ക് കഴിയുന്ന ദമ്പതികളെ തമ്മിലടിപ്പിക്കാൻ, നല്ല നിലക്ക് ജീവിക്കുന്ന സഹോദരങ്ങൾക്കിടയിൽ പിളർപ്പുണ്ടാക്കാൻ, അവർക്കിടയിൽ ഛിദ്രതയുണ്ടാക്കാൻ, 2 സ്നേഹിതന്മാരെ തമ്മിൽ അകറ്റാൻ, അതുപോലെ തന്നെ രോഗം മാറാൻ. എപ്പോഴും നിരന്തരമായ രോഗമാണ്. ഇതിൽ നിന്നൊക്കെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സിഹിർ ചെയ്യുന്ന, മാരണം ചെയ്യുന്ന, കൂടോത്രം ചെയ്യുന്ന ആളുകളെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെ സമീപിക്കാനോ അവരോട് ആ രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് ആവശ്യപ്പെടാനോ പാടില്ല. ശിർക്കാണത്. കാരണം എല്ലാ സാഹിര്യങ്ങളും ശൈത്താനോട് സഹായം തേടുന്നവരാണ്. പിശാച് പൂജകന്മാരും പിശാച് സേവകന്മാരുമാണ് ഈ സാഹിര്യങ്ങൾ മുഴുവനും. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോയി അവരോട് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ച് അവർ പറയുന്നത് വിശ്വസിക്കൽ മനുഷ്യനെ ശിർക്കും കുഫറും തന്നെയാണ് എന്ന് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ഓർക്കുക. യഹൂദികളാണ് ഇതിന്റെ ഏജന്റുമാർ. ലോകത്ത് ഇതിന് ഏറ്റവും കൂടുതൽ ഈ കലയിൽ മികച്ചു നിന്നവർ യഹൂദികളായിരുന്നു. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അത് ഗൗരവത്തോടുകൂടെ പറഞ്ഞിട്ടുണ്ട്. സിഹിർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പൈശാചികമായ സഹായത്തോടുകൂടി അവരാണ് സമൂഹത്തിൽ ഇത് ചെയ്യുന്നത്. അത് പിശാചിന്റെ സേവകന്മാരാണ്. വളരെ കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് മുഖേന ചില്ലറ വിഷമങ്ങളൊക്കെ ഏൽപ്പിക്കാൻ സാധിക്കും. സിഹിർ ഫലിക്കോ ഇല്ലേ? ചിലരൊക്കെ വിചാരിച്ചു സിഹിർ എന്ന് പറയണ ഒന്ന് സംഗതി എന്നല്ല. അതുകൊണ്ട് ഒരാൾക്കും ഒരു നിലക്കും ഒരു ഉപദ്രവം വരുത്താനിട്ട് കഴിയൂല. അങ്ങനെ വല്ല ഉപദ്രവവും വരുത്താൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല. അവൻ ജൂതനാണ്, ജൂതന്മാരുടെ ഏജന്റാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഉള്ളതുപോലെ പഠിക്കാത്തതിന്റെ തകരാറാണ്. സിഹിർ ഇല്ലേ? ഉണ്ട്. അതിന് യാഥാർത്ഥ്യമല്ലേ? ഉണ്ട്. അത് ഫലിക്കൂലേ? ഫലിച്ചേക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ വരെ വിഷമങ്ങൾ അത് കാരണത്താൽ ഉണ്ടായിട്ടുണ്ടെന്ന് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ, അങ്ങനെ സിഹിർ കൊണ്ട് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായേക്കും എന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറാണെന്നോ അവൻ നരകത്തിലാണോ എന്ന് പറഞ്ഞാൽ, ലോകത്ത് സിഹിറിന് യാഥാർത്ഥ്യമുണ്ടെന്നും അതിലൂടെ ചില പരിക്കുകളും ഉപദ്രവങ്ങളുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെ സംഭവിച്ചേക്കാം എന്ന് പറഞ്ഞ സർവ്വ പണ്ഡിതന്മാരും നരകത്തിന്റെ വിറകുകളായി മാറും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അള്ളാഹു നിശ്ചയിച്ചൊരു കാരണം തന്നെയാണ് നമുക്ക് ഉപദ്രവവും വരുത്താൻ അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടായേക്കാൻ സാധ്യതയുള്ള അള്ളാഹ് നിശ്ചയിച്ചൊരു കാരണം തന്നെയാണ് സിഹിറും. അതിലൂടെ ഉണ്ടാവാൻ സംഭവിക്കാം. അതാ അള്ളാഹ് പറഞ്ഞത്, വമാഹും ബിദാരിന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. ഇതിലൂടെ അവർ ഭാര്യാഭർത്താക്കൾക്കിടയിൽ ഭിന്നിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. വമാഹും ബിദാരിന ബിഹി മിൻ അഹദിൻ. അതുകൊണ്ട് ഒരാൾക്കും ഒരു ഉപദ്രവം വരുത്താൻ അവർക്ക് കഴിയൂല. അത് പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ടില്ല. ചില ആളുകളൊക്കെ അത് പറഞ്ഞ് അവിടെ നിർത്തി.
എന്ന് പറഞ്ഞിട്ട് ഇതുകൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു നിർത്തി. എന്നാൽ തുടർന്നുകൊണ്ട് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഇല്ലാ ബിഇദ്നില്ലാഹ്, അള്ളാന്റെ അനുമതി പ്രകാരം ഒഴികെ. അള്ളാഹ് വിചാരിച്ചാൽ ഇതുകൊണ്ടും ചിലപ്പോൾ ചില ദോഷങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ അതിന് അള്ളാഹു നിശ്ചയിച്ച പരിഹാര മാർഗങ്ങളല്ലാത്ത പൈശാചികമായ ഒരു മാർഗത്തിലേക്ക് മനുഷ്യൻ പോകാൻ പാടില്ല. ഇതുകൊണ്ട് ഉപദ്രവമുണ്ടാകുമെന്നതുകൊണ്ട് തന്നെയാണ് അള്ളാഹു തആല ഇത് ഗൗരവത്തോടുകൂടെ സമൂഹത്തിന് പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ സർവ്വ സൽക്കർമ്മങ്ങളെയും ഹനിച്ചു കളയുന്ന, നിങ്ങളെ നാശത്തിലേക്ക് അതപ്പതിപ്പിച്ച് കളയുന്ന വലിയ പാപങ്ങളെ 7 എണ്ണത്തെ നിങ്ങൾ വർജിക്കണേ. ആദ്യം തന്നെ പറഞ്ഞു അശ്ശിർക്കു ബില്ലാഹ്, ഒന്ന് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. 2 സിഹിർ ചെയ്യാൻ പാടില്ല, അത് ചെയ്യിക്കാൻ പാടില്ല, ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ പാടില്ല. വളരെ ഗൗരവത്തോടെ പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം സൂറത്തുൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. പിന്നെന്താ, വമിൻ ശർരിൻ നഫ്ഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതിക്കൊണ്ടിരിക്കുന്നവരുടെ ശർറുകളിൽ നിന്നും ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. വമിൻ ശർരിൻ നഫ്ഫാസാതി ഫിൽ ഉഖദ്, ചരടുകളിൽ അതുപോലെ തന്നെ നൂലുകളിലൊക്കെ കെട്ടുകളിട്ട് കെട്ടുകളിൽ ഊതുന്ന മന്ത്രിച്ചൂതുന്നവരുടെ ശർറുകളിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. അതുകൊണ്ട് ശർറുണ്ടായേക്കാം. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവൻ ശൈത്താനോട് സഹായം തേടിക്കൊണ്ടാണ് അവൻ ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ ഗുരുതരമായ രൂപത്തിലാണ്, വളരെ ഗൗരവത്തോടെയാണ് ഇസ്ലാം അതിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അവരെന്തു ചെയ്യും? ഇത്തരത്തിലുള്ള ദജ്ജാലുകൾ ആയത്തും ഹദീസൊക്കെ കൂട്ടിക്കലർത്തിയിട്ട് പറയും, ശൈത്താനിയത്തും കൂട്ടി പറയും. അമ്പലങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലേക്ക് റഫർ ചെയ്യും. ക്ഷേത്രത്തിലെ പൂജാരി ജ്യോത്സ്യൻ എന്ന് പറയും, നിങ്ങൾ ഇന്ന തങ്ങളെ സമീപിച്ചോ എന്ന് പറയും. തങ്ങൾ അവിടുന്ന് ഇങ്ങോട്ടും റഫർ ചെയ്യും. ഇതൊരു കൂട്ടുകച്ചവടമാണ്. അമ്പലത്തിലെ പൂജാരി അതല്ലെങ്കിൽ ജ്യോത്സ്യൻ കണക്കനാ പറയുന്നത്, നിങ്ങൾ ആയത്തിൽ കുർസി ഓതിക്കോ 3 വട്ടം, പിന്നെ അവന്റെ വേറെ വേലയും പറയും. എന്നിട്ട് നിങ്ങളാളെ ഒന്ന് സമീപിച്ചോളി എന്ന് പറയും. മറ്റവൻ പറയും, ഞാൻ കുറച്ച് പറഞ്ഞുതരാൽ കുൽഫല്ല ഓദിക്കോ. കുൽഹുവല്ല വരെ പറയാൻ അറിയാത്തവനാ കുത്തിരിക്കുന്നത്. 3 കുൽഫല്ല ഓദിക്കോ, 3 കുൽഫല്ല ഓദിക്കോ എന്ന് പറയും. പിന്നെ അതിന്റെ പുറമെ അപ്പുറത്തെ അയാൾക്ക് ആ മഠത്തിലേക്ക്, ചാത്തൻ സേവാ മഠത്തിലേക്ക്, അല്ലെങ്കിൽ അവിടേക്ക് ഒരു 10 പൈസയും കൊടുത്താൽ, 10 പൈസ പോയിട്ട് ഒരു ഫിൽസ് കൊടുത്താൽ മുശ്രിക്കായി പോയില്ലേ? ഉഴിഞ്ഞിടുക, സർപ്പദോഷം തടയാം. വീട്ടിലേക്ക് ഇങ്ങനെ ആൾക്കാർ വരും പേടിപ്പിച്ചിട്ട്, ഒരു സർപ്പത്തിന്റെ കോലം അതിലിങ്ങനെ ഒരു കർപ്പൂരം കത്തിച്ചിട്ട് ഒരു തളികയും കൊണ്ട് പേടിച്ചിട്ട് ലായിലായില്ല വലിയ മാപ്പിളയും കൊടുക്കും ഒരു 50 പൈസ. സർപ്പദോഷം പോയിക്കോട്ടെ, അവന്റെ ഭീഷണിയാണ്. വെള്ളിക്കാലും വെള്ളിക്കൈയുമായിട്ട് ചില ഖലീഫമാര് വരുന്നുണ്ട് അജ്മീറിലേക്ക്, നാഗൂരിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീട്ടിന്റെ ദോഷം തടയാനെന്ന് പറഞ്ഞ് വെള്ളിയിൽ തീർത്ത വെള്ളിക്കാലുകൾ, വെള്ളിക്കൈകൾ, വെള്ളിക്കണ്ണ്, വെള്ളിമൂക്ക്, വെള്ളിച്ചെവി, സ്വർണ്ണക്കാല്, സ്വർണ്ണക്കയ്യ്. എന്തിനാ ഇത്? കൈക്ക് രോഗമുണ്ടെങ്കിൽ വെള്ളിക്കാല് നേർച്ചയാക്കുക. ഒരു വെള്ളിക്കാലിന്റെ വില ഇയാൾ കണക്കാക്കും, അയാൾക്ക് കാശും കൊടുക്കണം, അയാൾ അതുകൊണ്ട് പോവുക. ഇങ്ങനെയുള്ള ചൂഷകന്മാർ ഇത്തരത്തിലുള്ള സർവ്വ ഫിത്തിനകളിൽ നിന്നും ദജ്ജാലുകളിൽ നിന്നും ഇസ്ലാം ഗൗരവത്തോടുകൂടെ മുസ്ലിമിനോട് വിട്ടുനിൽക്കാൻ പറയുന്നു. അവര് നമ്മുടെ പണം മാത്രമല്ല പോക്കറ്റടിക്കുന്നത്, ഈമാൻ നശിപ്പിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇരയാവുന്നവർ, പ്രവാസികൾ ഇരയാകുന്നുണ്ട്, അവരുടെ കുടുംബങ്ങൾ ഇരയാകുന്നുണ്ട്. തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും ഓർത്തുകൊണ്ട് നാട്ടിൽ നീറിക്കഴിയുന്ന, വേദനിച്ചു കഴിയുന്ന ഒരുപാട് സ്ത്രീജനങ്ങളെ ഇത്തരത്തിലുള്ള ദജ്ജാലുകൾ പറ്റിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങൾ ബോധവൽക്കരണം നടത്തണം. അല്ലാഹു ഉദ്ദേശിച്ചതല്ലാത്ത ഒരു ഖൈറും ഒരു ശർറും നമുക്കൊരാൾക്കും വരുത്തി വെക്കാൻ കഴിയൂല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളിൽ കുടുങ്ങിപ്പോകരുത്. അവര് പറഞ്ഞു പേടിപ്പിക്കും. വീട് നിർമ്മിക്കുമ്പോ പറയും, അടുക്കള ആ ഭാഗത്ത് പറ്റൂല, അടുക്കള ഈ ഭാഗത്ത് പറ്റൂല, പൊളിക്കണം. എത്രയെത്ര വീടുകൾ, ലക്ഷങ്ങൾ ചെലവഴിച്ച വീടുകൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയി. പാതി വഴിയിൽ പല വീടുകളും തകർക്കപ്പെട്ടു. എന്തിന്? ഒരു കണക്കൻ വന്നിട്ട് പറഞ്ഞു, പേര് മുസ്ലിമാണോ അല്ലേ എന്നതല്ല ഇവിടെ പ്രശ്നം. ആരാവട്ടെ, ഒരു കണക്കൻ വന്നുകൊണ്ട് പറഞ്ഞു, അയാൾ കണക്ക് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീടിന്റെ അടുക്കള ശരിയല്ല, കിണർ ശരിയല്ല, പൂമുഖം ശരിയല്ല, ബെഡ്റൂം ശരിയല്ല, അതൊക്കെ പൊളിച്ചു കളയണം, നീ വേറെടുക്കണം. ഇവിടെ ചില പോക്ക് വരവുണ്ട്. ആ രൂപത്തിലുള്ള സർവ്വ ദജ്ജാലുകളിൽ നിന്നും നമ്മുടെ കുടുംബങ്ങൾ രക്ഷപ്പെടണം.
നമ്മുടെ കുടുംബങ്ങൾ രക്ഷപ്പെടണം. വാസ്തു നോക്കിയിട്ട്, വാസ്തുദേവനെ ഷഹാദത്ത് കലിമ ചൊല്ലിക്ക് മുസ്ലിമാക്കിയിട്ട് മുസ്ലിം വാസ്തുവിനെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്, ദജ്ജാലുകൾ. മാറി നിൽക്കണം, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. കന്നിമൂല നോക്കുന്ന ആളുകളുണ്ട്. എന്ത് കന്നിമൂല? ഇസ്ലാമിൽ അങ്ങനെ ഒരു കന്നിമൂലയുണ്ടോ വീട് നിർമ്മിക്കുമ്പോ? ഇല്ല. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹയെ ബാധിക്കും. ഈ രൂപത്തിലുള്ള സർവൻ ശിർക്കൻ കുഫ്റൻ വിശ്വാസങ്ങളിൽ നിന്ന് സമൂഹമേ നമ്മൾ മോചനം നേടണം. അതിനാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ പ്രവാചകനെ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. ഈ രൂപത്തിലുള്ള സർവ ഇസ്ലാമിന് നിരക്കാത്ത അന്ധവിശ്വാസങ്ങളിൽ നിന്നും ഈ സമൂഹത്തിൽ നിന്ന് മോചനമുണ്ടാകണമെങ്കിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്ന യഥാർത്ഥമായ വിശ്വാസങ്ങൾ നമ്മൾ പഠിച്ചേ പറ്റൂ. ആ പഠനത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയുണ്ടാകണമെന്നും ആ യഥാർത്ഥമായ വിശ്വാസത്തിന് തുരങ്കം വെക്കുന്ന സർവ്വ കള്ളവാദികളുടെ ഫിത്നയിൽ നിന്നും എപ്പോഴും അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചുകൊണ്ടും നാം മുന്നേറേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥമായ വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും അടിയുറപ്പിച്ച് നിലനിർത്തി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ലവരിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എല്ലാവിധത്തിലുള്ള പൈശാചികമായ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാൻ കൽപ്പിക്കപ്പെട്ട മുസ്ലിം അവന്റെ വിശ്വാസത്തിലും അവന്റെ കർമ്മങ്ങളിലും അള്ളാഹുവിന് അവൻ പഠിപ്പിച്ചിട്ടുള്ള യഥാർത്ഥമായ വിശ്വാസത്തിന് നിരക്കാത്തതൊന്നും വന്നു ചേരാതിരിക്കാൻ അവനോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള ദിക്റുകളും ദുആകളും നിലനിർത്തണം എന്ന്. നമുക്ക് എല്ലാ രൂപത്തിലുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും നമുക്ക് കാവൽ നൽകുന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ധാരാളക്കണക്കിന് ദിക്റുകളുണ്ട്, ദുആകളുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കണം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന ഭവനങ്ങൾ, പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന ഭവനങ്ങൾ, പിശാചിന് അവിടെ പ്രവേശനമില്ല. പിശാച് അവിടെ നിന്ന് ഇറങ്ങി ഓടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലി പ്രവേശിക്കാനാണ് പറഞ്ഞത്, ശൈത്താൻ പുറത്തു നിൽക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലാൻ പറഞ്ഞു, ശൈത്താൻ കൂടെ കഴിക്കാതിരിക്കാൻ. ബിസ്മി ചൊല്ലാതെ വീട്ടിലേക്ക് കയറിയാൽ ശൈത്താൻ കൂടെ കയറും. ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചാൽ ശൈത്താൻ കൂടെ കഴിക്കും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ആ ദിക്ർ ചൊല്ലിക്കൊണ്ടിറങ്ങുകയാണെങ്കിൽ അവനോട് ആശംസ അർപ്പിക്കപ്പെടുന്നുണ്ട്, നിന്റെ കാര്യത്തിൽ മതിയായ സംരക്ഷണം നീ ചെയ്തിരിക്കുന്നു. തനഹാ അൻഹു ശൈത്താൻ, അവനിൽ നിന്ന് ശൈത്താൻ വിട്ടുനിൽക്കും, ശൈത്താൻ മാറി നിൽക്കും. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ പാരായണം നമ്മൾ അധികരിപ്പിക്കണം. നിത്യജീവിതത്തിലെ ദിക്റുകളും ദുആകളും മുറുകെ പിടിക്കണം. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽക്ക് നമുക്ക് ദിക്റുകളുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ്, രാവിലെ എഴുന്നേറ്റാൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വ ഇലൈഹിൻ നുശൂർ, അവിടെ മുതൽക്ക് തുടങ്ങി നമ്മുടെ ഒരു ദിവസത്തെ ദിക്റുകൾ. രാത്രി ഉളുവെടുത്ത് ഉറങ്ങാൻ കിടന്ന് അവസാനത്തെ ദിക്ർ ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത, നീ ഞങ്ങളിലേക്ക് ഇറക്കിയിട്ടുള്ള വിശുദ്ധ ഖുർആനിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, നീ ഞങ്ങളിലേക്ക് അയച്ചിട്ടുള്ള നിന്റെ നബിയിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അത് അവസാനത്തെ വാചകമാകണം. ഉറങ്ങി എഴുന്നേൽക്കുമ്പോ പിന്നെയും ദിക്റുകളാൽ സമ്പുഷ്ടമായിരിക്കണം മുസ്ലിമിന്റെ ജീവിതം. അതിലൂടെയാണ് ആശ്വാസം കിട്ടുക. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾ അടങ്ങുക അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയൊന്നുകൊണ്ട് മാത്രമാണ്. അതാണ് സുഹൃത്തുക്കളെ പരിഹാരം. മാനസികമായ ഇത്തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാകുമ്പോ
തനിക്ക് സിഹിർ ഏറ്റിട്ടുണ്ട് എന്ന് സംശയം തോന്നപ്പെടുമ്പോ, അതല്ലെങ്കിൽ ആ നിലക്കുള്ള കണ്ണേറ് പോലെയുള്ള ഏതെങ്കിലും ദോഷങ്ങൾ തന്നിൽ ബാധിച്ചിട്ടുണ്ടെന്ന് സംശയിക്കപ്പെടുമ്പോ അതിന്റെ പരിഹാരക്രിയക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ജ്യോത്സ്യന്മാരെയും സാഹിര്യങ്ങളെയും മാരണക്കാരെയും കുതന്ത്രക്കാരെയും സമീപിക്കുകയല്ല പരിഹാരം. അത് പാടില്ല. സമീപിക്കുന്നത് തന്നെ നമ്മുടെ അമൽ ബാത്തിലാക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവൻ പറഞ്ഞത് വിശ്വസിച്ചാൽ കാതറായി പോകുമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളിലേക്ക് പോകാനേ പാടില്ല. മറിച്ച് എന്ത് ചെയ്യണം? ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള അർറുഖിയ മന്ത്രങ്ങളുണ്ട്, ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ശർഈയായ മന്ത്രങ്ങളുണ്ട്. ശിർക്കൻ മന്ത്രങ്ങളല്ല. റബ്ബിന്റെ നാമങ്ങൾ, വിശുദ്ധ വചനങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിനാൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകളിലൂടെ വന്നിട്ടുള്ള വാരിതായിട്ടുള്ള അത്തരത്തിലുള്ള ദുആകൾ, സിക്റുകൾ, മന്ത്രങ്ങൾ, അതൊക്കെ തന്നെയും നമുക്ക് പരിഹാരമാണ്. അതല്ലാതെ തകിട് കെട്ടലല്ല, ഉറുക്ക് കെട്ടലല്ല, ചരട് കെട്ടലല്ല, മന്ത്രിച്ച് കെട്ടലല്ല, ഒഴിഞ്ഞു വാങ്ങലല്ല, ഹോമം കത്തിക്കലല്ല, ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യലല്ല, ജീവികളെ പിടിച്ച് അറുക്കലല്ല, അവയുടെ എല്ലിലും തുകലിലും അതുപോലെ തന്നെ തൂവലിലും അതുപോലെ തന്നെ മറ്റു വസ്തുക്കളുടെ പല രൂപത്തിലുള്ള മേഖലകളിലും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യലല്ല ഇതിനൊന്നും പരിഹാരം. കണ്ണേറ് തട്ടാതിരിക്കാനുള്ള പരിഹാരം എഴുതി തൂക്കലല്ല, പേക്കോലം നാട്ടിവെക്കലല്ല, കലത്തിന്മേൽ ചുണ്ണാമ്പും വായും നാക്കും മൂക്കുമൊക്കെ ഉണ്ടാക്കി മനുഷ്യക്കോലം വരച്ചു വെക്കലല്ല, കരിങ്കണ്ണ നോക്ക് എന്ന ബോർഡ് വെക്കലല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണേറിന്റെ ഉപദ്രവത്തിൽ നിന്ന് കൊച്ചുമക്കൾക്ക് വേണ്ടി വരെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ഉഈദുകുമാ ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമത്തിൻ, എല്ലാവിധത്തിലുള്ള ആക്ഷേപകാരിയായ കണ്ണിന്റെ ഉപദ്രവത്തിൽ നിന്നും ജന്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും എല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് ഇരുവർക്കുമായി ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ ഹുസൈൻ എന്ന പേരക്കിടാങ്ങൾക്ക് വേണ്ടി ദുആയിരുന്നു, മന്ത്രിച്ചു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം. അത് മുൻഗാമികളുടെ പാരമ്പര്യമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമിനും ഇസ്ഹാഖ് അലൈഹിസ്സലാമിനും വേണ്ടി ഇതേ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും കാവൽ മായി കൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹസൻ ഹുസൈൻ എന്നീ പേരക്കിടാങ്ങൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത്. കണ്ണേറുകൊണ്ട് ഒരു സുഖവും സംഭവിക്കൂല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ ബാധിക്കും, കണ്ണേറുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപദ്രവം ഉണ്ടാവുമെന്ന് വിശ്വസിച്ചാൽ അവൻ ജൂതന്റെ ഏജന്റാണെന്നും ഖുർആനിനെ നിഷേധിച്ചവനാണെന്നും ഒക്കെ പറയുന്ന ആളുകളുണ്ട്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഉള്ളതുപോലെ പഠിക്കാത്തതിന്റെ തകരാറാ. നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളതുപോലെ പഠിക്കണം, ഉള്ളത് അംഗീകരിക്കണം, ഇല്ലാത്തതിനെ മുച്ചൂടും തള്ളിക്കളയണം. ഉള്ളതിനെ തള്ളിക്കൊണ്ടുള്ള ഒരു പരിഷ്കാരം നമുക്ക് വേണ്ട. ഉള്ളതുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ, അതിലപ്പുറം പോകണ്ട. അങ്ങനെ ഇസ്ലാമികമായ പരിഹാരങ്ങൾ എന്താണോ അത് കാണലല്ലാത്ത മറ്റു പരിഹാര മാർഗങ്ങളൊന്നും ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ഏറ്റവും കൂടുതൽ കാത്തു സൂക്ഷിക്കുക. അതിന് തുരങ്കം വെക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള സർവ്വ ഫിത്നകളിൽ നിന്നും ദജ്ജാലുകളിൽ നിന്നും മോചനം നേടണം. ഈ കുട്ടി ദജ്ജാലുകളുടെയൊക്കെ അവസാനത്തെ ദജ്ജാലായി കൊണ്ടുവരുന്ന ഏറ്റവും വലിയ ദജ്ജാലുണ്ട്. അവനിൽ നിന്ന് നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നുണ്ടല്ലോ. എന്റെ മുന്നോടിയായിട്ട് വരുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് ദജ്ജാലുകളുണ്ട്. വളരെ ഗൗരവമാണ്. അതുകൊണ്ട് നമ്മെ നശിപ്പിക്കാൻ അനുവദിച്ചുകൂടാ. ഇസ്ലാമിന്റെ കൃത്യമായ വിശ്വാസങ്ങളെ, ആചാരങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഖീദ വളരെ ഗൗരവത്തോടുകൂടെ പഠിച്ച് മനസ്സിലാക്കി അതിന്റെ വിഘാതമായി വരുന്ന എല്ലാത്തിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് നമ്മുടെ ഈമാനിനെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക, റബ്ബിനോടെപ്പോഴും തേടിക്കൊണ്ടിരിക്കുകയാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബേ, ഹൃദയത്തെ തെറ്റിച്ചു കളയരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്താണെന്നറിയോ, ഈ മേഖല മനുഷ്യൻ കുറച്ച് പതറിപ്പോകുന്ന മേഖലയാണ്. പിടിച്ചു നിൽക്കുന്നവനെയും ശൈത്താൻ വന്നുകൊണ്ട് മനുഷ്യവേഷത്തിലുള്ള ശൈത്താനും വരും, ദുർബോധനത്തിനായിട്ട് വരും. ഒരുപാട് ചികിത്സ നിങ്ങൾ ചെയ്തില്ലേ? വീട്ടിൽ അടിക്കടി രോഗം, പാപ്പാക്ക് രോഗം, ഉമ്മാക്ക് രോഗം, മക്കൾക്ക് രോഗം, ഭാര്യക്ക് രോഗം, ഭർത്താവിന് രോഗം, വിട്ടുമാറാത്ത തലവേദന, വിട്ടുമാറാത്ത പനി. ഒരാൾക്കാണ് മാറി ആസ്പത്രിയിൽ നിന്ന് അങ്ങോട്ട് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അടുത്ത ആള്. അപ്പൊ ഈ മനുഷ്യന് പരീക്ഷണമാണ്. ആ സമയത്ത് ദുർബലമായ മനുഷ്യന്റെ മനസ്സിൽ വന്നിട്ട് ഒരുത്തം വന്നിട്ട് കാതിൽ കുറുകി കൊടുക്കുന്നത്, നിങ്ങൾ ഒരുപാട് ചികിത്സ ചെയ്തില്ല, ഇതൊക്കെ ഒന്ന് മതിയാക്കിക്കളി, ഇതൊക്കെ ഒന്ന് മതിയാക്കി വേറൊരു വേലുണ്ട്, അതൊന്നാണ് ചെയ്തു നോക്കിക്കളി, ചിലപ്പോ അതുകൊണ്ടാണ് രക്ഷ കിട്ടിയാലോ. അപ്പൊ ഈ മനുഷ്യൻ പതറിപ്പോവുകയാണ്. അവൻ പതറിപ്പോവുകയാണ്. ആ അവസരത്തിൽ അവന്റെ മനസ്സ് പതറും.
കൽബിൽ അവന് ഇളക്കമുണ്ടാകും. ഇതുവരെ റബ്ബിനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ലാത്ത, റബ്ബിൽ നിന്നല്ലാതെ ഗുണം പ്രതീക്ഷിച്ചിട്ടില്ലാത്തവന്റെ മനസ്സ് ചാഞ്ചാടിപ്പോകും. അവിടെ അവന്റെ മനസ്സിൽ അവൻ തവക്കുലാക്കി വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, ആര് അല്ലാഹുവിൽ തവക്കുലാക്കുന്നുവോ അവന് അല്ലാഹു മതി. അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹു നിനക്കൊരു ഉപദ്രവം വരുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നീക്കിക്കളയാൻ ഒരാളുമില്ല റബ്ബല്ലാതെ. വഇയംസസ്ക ബിഖൈരിൻ, നിനക്കൊരു നന്മ ബാധിപ്പിക്കാൻ അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഫഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ആ വിശ്വാസത്തിൽ നിന്നൊക്കെ മനുഷ്യനാണ് പോകും. നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കി എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള ആളുകളെ സമീപിച്ച് മനുഷ്യനെ അങ്ങോട്ട് ശിർക്കിലേക്ക് തള്ളി, കാവുകളിലേക്ക്, ചാത്തൻ സേവാ മഠങ്ങളിലേക്ക്, ഇത്തരത്തിലുള്ള പൂജാ കേന്ദ്രങ്ങളിലേക്ക്, മാരണക്കാരുടെ അടുത്തേക്ക്, സാഹിര്യങ്ങളുടെ അടുത്തേക്ക്, ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക്, കണക്കുനോട്ടക്കാരുടെ അടുത്തേക്ക്, മഷിനോട്ടക്കാരുടെ അടുത്തേക്ക്, കൈനോട്ടക്കാരുടെ അടുത്തേക്ക്, ഇങ്ങനെ പലയിടത്തേക്കും കൂടെ പോകാൻ പറയും. ഇപ്പൊ മനുഷ്യനാണ് പതറിപ്പോകും. അങ്ങനെ പതറിപ്പോകാതെ കൽബ് ഇങ്ങനെ ഉറച്ചു നിൽക്കാൻ, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബേ, സബ്ബിത് ഖൽബി അലാ ദീനിക, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. എപ്പോഴും തേടിക്കൊണ്ടിരിക്കണം. ആ മുസ്തഖീമായ മാർഗത്തിൽ നിന്ന് പുറത്തു പോകാൻ ഇടവരരുത്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ വിശ്വാസങ്ങളിൽ, കർമ്മങ്ങളിൽ യാതൊരു രൂപത്തിലുള്ള അപാകതകളുമില്ലാത്ത നിലക്ക് നമ്മെ അള്ളാഹു എപ്പോഴും അവന്റെ കാവൽ നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു സമ്പൂർണമായി ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ഫിത്നകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ലോകത്തെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن، وأدم عليها الأمن والإيمان والسلامة والإسلام يا رب العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.